നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എല്ലാ തുറന്നു പറച്ചിലുകളും ഈ രാത്രി തന്നെ ഉണ്ടാവും നല്ലതാ പറയുന്നേ. അത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം. ഇനി മുതലേ പത്മ ടീച്ചറിന്റെ മോളെന്നല്ലേ എന്നെ വിളിക്കുക. കല്യാണി, അച്ഛനും അമ്മയ്ക്കും അപ്പൂപ്പനൊക്കെ എന്തോ ടെൻഷൻ ഉണ്ട്. നമ്മൾ ഒരിക്കലും അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മൾ എന്തിനാ അവരെ വിഷമിപ്പിക്കുന്നത്? അച്ഛനെ അമ്മയെ നമുക്ക് ഒരുപാട് ഇഷ്ടമല്ലേ. പിന്നെ എന്റെ കൂട്ടുകാരികളോടൊക്കെ ഞാൻ പറയും, ഇനി എന്നെ കളിയാക്കുമ്പോ സൂക്ഷിക്കണമെന്ന്. എനിക്കൊരു ആങ്ങളുണ്ട്. ആങ്ങളമാരെ അനിയത്തിമാരെ നോക്കേണ്ടത്. ഞാൻ നോക്കിക്കോളാം. എന്റെ അനിയത്തിനെ ഞാനും കളിയാക്കത്തില്ല. നാളെ മുതൽ എന്നും അച്ഛനും അമ്മയായിട്ട് പുറത്തു പോണേ ആദി. അപ്പൊ ഇന്നോ? കാശ് ചെലവാക്കി ഒരുപാട് ദൂരത്തൊന്നും പോകണ്ട. വെറുതെ അച്ഛന്റെ അമ്മയുടെയും കൂടെ നടക്കാനല്ലേ കുറച്ചു നേരം. അതെനിക്കിഷ്ടായി. അവരുടെ രണ്ടാളുടെയും കൈ പിടിച്ച് കൊതി തീരുവോളം നമുക്ക് നടക്കാം. അച്ഛൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ സന്തോഷം നമ്മളാ കണ്ടെത്തുക. അച്ഛന്റെ അമ്മയുടെ സന്തോഷം നമ്മൾ കണ്ടെത്തി കൊടുക്കണം, അല്ലേ? സെറ്റ്. നിത്യ, പിടിക്ക്. എന്താ നോക്കുന്നേ? ഹരിസാറേ, മുറിയൊക്കെ അലങ്കരിച്ച് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഉറങ്ങാൻ സമയമില്ല. ഇത് പിടിക്കേ. ഇന്ന് നിങ്ങളുടെ ആദ്യ രാത്രിയല്ലേ, ചടങ്ങുകളൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ. ബാ. ബാ. പക്ഷേ എനിക്കുറങ്ങാൻ സമയമായി. നിങ്ങളെ രണ്ടുപേരെയും മണിയറയിലേക്ക് കയറ്റി വിട്ടിട്ട് വേണം എനിക്ക് പോവാൻ. മരുന്നൊക്കെ ഉള്ളതാണേ, കൃത്യസമയത്ത് ഉറങ്ങണം. ജീവൻ പൊയ്ക്കോ. ആ, ഞാൻ പറഞ്ഞില്ലേ, എന്റെ മനസ്സിൽ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഒരു പൂർണ്ണ ചിത്രം കിട്ടണം. പ്ലീസ് വരൂ, വാ വാ. ചെല്ല്, അകത്തേക്ക് ചെല്ല്. ഓ, വാ വാ ഇങ്ങോട്ട്. ചെല്ല് നിത്യ. ഇല്ല, എനിക്ക് ഈ മുറിയിൽ കിടക്കാൻ പറ്റില്ല. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. പറ, നിത്യക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ തുറന്ന് പറ.
എല്ലാ തുറന്നു പറച്ചിലുകളും ഈ രാത്രി തന്നെ ഉണ്ടാവുന്ന നല്ലതാ. പറയുന്നേ. അത് എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാ ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നിത്യ ഒരു വ്രതം എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒൻപത് ദിവസമാണ് ആ വ്രതം. അത് കഴിയുന്നതുവരെ ഇവർക്ക് ഒരുമിച്ച് ഒരു മുറിയിൽ തങ്ങാൻ പറ്റില്ല. അതാ നിത്യമോള് പറയാൻ ഉദ്ദേശിച്ചത്. ഈ കാര്യത്തിന് വേണ്ടി ആരും ഒരു തർക്കത്തിന് നിൽക്കണ്ട. ഞാൻ പറഞ്ഞത് സത്യമാണ്. വ്രതം കഴിയട്ടെ. വ്രതം കഴിയട്ടെ അല്ലേ? അല്ലേ ഹരി സാറേ? ഓക്കെ, ഗുഡ് നൈറ്റ്. പൂർത്തിയാകാത്തൊരു രാത്രി മനസ്സിലിട്ട് എനിക്ക് ഉറങ്ങാല്ലേ? വരട്ടെ നിത്യേ. എല്ലാത്തിന്റെയും കാവലാളായിട്ട് കൃത്യമായിട്ട് ഇവരുടെ പുറകെ തന്നെ ഉണ്ടാവണം കേട്ടോ. പരീക്ഷിക്കരുത് അമ്മ. ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോവാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.